സിനിഫൈൽസ് വെൽക്കം ബാക്ക്. കഥ പറയുമ്പോൾ മാണിക്കക്കല്ല്, അരവിന്ദന്റെ അതിഥികൾ എന്നീ ഫീൽ ഗുഡ് സിനിമകളുടെയൊക്കെ സംവിധായകൻ എൻ മോഹനന്റെ ഒരു കോമഡി എന്റർടൈനർ മൂവി ഒരു ജാതി ജാതകം. അപ്പോൾ വിനീത് ശ്രീനിവാസനും കുറെ ബ്യൂട്ടിഫുൾ ലേഡീസും ഒക്കെയാണ് മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് എത്തുന്നത്. അപ്പോൾ ഒരു ജാതി ജാതകം കണ്ടിറങ്ങി ഓടിച്ചുകൊണ്ട് എങ്ങനെ ഉണ്ടായിരുന്ന അഭിപ്രായം ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണ്, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നേരെ റിവ്യൂലേക്ക്. ഒരുപാട് ചിരിക്കാനുള്ള എലമെന്റ്സ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കഥ ഇപ്പം എൻ്റെ പ്രായത്തിലുള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കുറച്ചുകൂടി വലുതാകുമ്പം ചിലപ്പം റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു മോഡൽ കഥയാണ്. കൂടുതലും കല്യാണമായിട്ട് ബന്ധപ്പെട്ടാണ്. സിനിമ കൊള്ളാം. ട്രെയിലർ കാണുമ്പോൾ വിനീത് ശ്രീനിവാസന്റെ കുറെ കോമഡി ഫുള്ളുണ്ട്. ട്രെയിലറിൽ കണ്ട ജസ്റ്റ് കുറച്ചേ ഉള്ളൂ. സിനിമ എൻ്റെ ഡിഫറെൻ്റ് ആണ്, ഫുള്ള് കോമഡി തന്നെയാണ്. നല്ല സിനിമ. ക്യാരക്ടേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട്? കുറെ ബ്യൂട്ടിഫുൾ ലേഡീസ് ഒക്കെ പോസ്റ്ററിൽ കണ്ടവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അതെല്ലാം തമാശ രൂപേണ സിനിമയിൽ കാണിച്ചിരിക്കുന്നു. ഓക്കെ, സ്റ്റോറി ഒക്കെ ഫ്രഷ്നെസ് ഉണ്ട്. എങ്ങനെയായിരിക്കും യൂത്തിനും ഫാമിലിക്കും ഒരുപോലെ കണക്ട് ആവും? ഫാമിലിക്ക് കണക്ട് ആവാൻ പറ്റുന്ന സിനിമ തന്നെയാണ്. ഓക്കെ, ടോട്ടലി ഒരു തിയേറ്റർ വാച്ചിന് ഭയങ്കര കോമഡി എന്നുള്ള രീതിയിലാണ്. ചെറിയ കോമഡി ഉള്ള ആവറേജ് പടം. സ്റ്റോറി എങ്ങനെയുണ്ട്? ഒരു പഴയ ശ്രീനിവാസൻ പടം കാണുന്നില്ല, ആവറേജ് പടം. കോമഡി അത്രയും ചെറിയ രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുള്ളൂ. തിയേറ്റർ വാച്ച് സജസ്റ്റ് ചെയ്യും. വൺ ടൈം. 2024 കഴിഞ്ഞ് 25 ഇതുവരെയും ത്രില്ലറും നമ്മൾ സസ്പെൻസ് ഇങ്ങനത്തെ പടങ്ങളാണ് കുറേ ജോറിന് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതൊരു ഫുള്ള് എൻ്റർടൈനർ, ചിരിച്ച് സ്റ്റാർട്ടിങ് മുതൽ ലാസ്റ്റ് ക്ലൈമാക്സ് വരെയും നമ്മളെ ചിരിപ്പിക്കാൻ പറ്റും. പഴയ നമ്മളെ ശ്രീനിവാസൻ ചേട്ടൻ്റെ എനിക്കൊണ്ട് ബോയിങ്, അതുപോലെ തന്നെ ആളറിയ അമ്മാവ, ഓടരുത് അമ്മാവ ആളറിയ എന്നുള്ള ആ സിനിമയുടെ ആ ഒരു ശ്രീനിവാസൻ ക്യാരക്ടർ നമ്മളെ വിനീത് ചേട്ടൻ അടിപൊളിയായിട്ട് നമ്മൾ ചിരിയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഈ പടം ഫാമിലി ഫുള്ളായിട്ട് ഇരുന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഈ ഒരു 2025 സ്റ്റോറി ഫ്രഷ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഒരു നമ്മളിതുപോലെ ഒരു കല്യാണം നടക്കാത്ത ഒരു സംഭവങ്ങൾ നമ്മളെ ഫാമിലി അല്ലെങ്കിൽ ഇതുപോലെ ഒരാൾ ഉണ്ട്, നമ്മളെല്ലാ ജില്ലകളിലും ഇതുപോലെ ഒരാളുണ്ട്. അപ്പോൾ ആ ഒരാളെ പോലെ ഈ ഒരു ജയേഷ് എന്ന് പറഞ്ഞാണ് ക്യാരക്ടർ. ജയേഷ് പൊളിച്ചടിക്ക് ചിരിക്കാൻ സൂപ്പറാണ് പടം. എന്തായാലും ആ പഴയ ശ്രീനിവാസൻ ചേട്ടൻ്റെ ക്യാരക്ടർ, വിനീത് ചേട്ടൻ്റെ ആ ഒരു ക്യാരക്ടർ പോലെ നമുക്ക് തോന്നും. കാരണം അത്രയ്ക്ക് എൻജോയ് ചെയ്ത സൂപ്പർ സിനിമയാണ്. ഓക്കെ, കോമഡിയാണോ? അത്യാവശ്യം അല്ല, ഇപ്പോഴത്തെ ഒരു കമ്മ്യൂണിറ്റിനെയൊക്കെ പറ്റി എന്നാലും കോമഡി ആയിട്ട് അത്യാവശ്യം ഉണ്ട്. സിംഗിൾസിനൊക്കെ റിലേറ്റബിൾ സ്റ്റോറിയാണ്. ഈ കല്യാണം ഈ ലേറ്റ് ആയി പോയതിന്റെ ആ ഒരു ഇതായിട്ട് കൊള്ളാം, നല്ല ഇതായിരുന്നു. ത്രൂ ഔട്ട് കോമഡി ആയിട്ട് തന്നെ പോയേക്കുന്നത്. പിന്നെ ഈ ആളെ മനസ്സിലാക്കി വേണം കല്യാണം കഴിക്കണമെന്ന് ഒരു ഇതുണ്ട്, അല്ലാതെ ഭയങ്കര ജാതി അങ്ങനെ. ഓക്കെ, ഒരു മെസ്സേജ് ആയിട്ട് തന്നെ കൊടുത്തേക്കുന്നില്ല. ഒരു സ്റ്റോറി ഒക്കെ എങ്ങനെയുണ്ട്? ഈ ഒരു ടീമിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിന് പറ്റിയ നല്ല പടം. പിന്നെ അത്യാവശ്യം കോമഡി ഉണ്ട്, ചിരിച്ചോണ്ടിരിക്കാം. ഇപ്പൊ 90s ഇതുപോലെ ഈ ടീമിൽ കുറെ പടം വന്നിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ റിലേറ്റബിൾ ആയിട്ട് തോന്നിയത് 90s അങ്ങനെ വന്നിട്ടുണ്ടാകും തോന്നിയ അല്ല. പഴയ ഒരു കോമഡി ഇപ്പോഴത്തെ തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. പിന്നെ കഥ അതുപോലെ തന്നെ ത്രൂ ഔട്ട് ഒരു കോമഡി തന്നെയാണ്. ആണ്. യൂത്തിനാണോ ഫാമിലിക്കാണോ ഏറ്റവും കൂടുതൽ? യൂത്തിന് തന്നെ, ഫാമിലിക്ക് അത്രയും. ഒരു തിയേറ്റർ വാച്ചിനുള്ള എലമെന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടോ പടത്തില്? തിയേറ്റർ വാച്ച് കോമഡീസ് കൊള്ളാം, കുറച്ച് വർക്ക്ഔട്ട് ആവുന്ന കോമഡീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വിനീത് ശ്രീനിവാസൻ എങ്ങനെയുണ്ട്? കൊള്ളാം, ആസ് യൂഷ്വൽ. അപ്പൊ ഇന്നലെ പൊന്മാൻ കണ്ടിരുന്നോ? കണ്ടിരുന്നു. പൊന്മാനും ഇതും കൂടി വെച്ച് നോക്കുമ്പോ എങ്ങനെയായിരിക്കും? കമ്പയർ ചെയ്യാൻ പറ്റും, രണ്ട് ജോണർ പടമല്ലേ. ഇത് ഫാമിലീസിനാണ് ഏറ്റവും കൂടുതൽ കണക്ട് ആവുന്ന? അങ്ങനെ ഫാമിലീസ് കണക്ട് ആവുന്നൊന്നും അങ്ങനെ എനിക്ക് അറിയത്തില്ല. എന്തായിരുന്നു ഈ പടം ഫസ്റ്റ് ഡേ കാണാനുള്ള ഒരു ഫാക്ടർ? വിനീത് ശ്രീനിവാസന്റെ പടം അങ്ങനെയൊന്നും ഇല്ല, എല്ലാ പടം ഫസ്റ്റ് ഡേ ആണ്. ഓക്കെ, പടം കൊള്ളാം, നൈസാ. പിന്നെ കോമഡി നല്ല ഫണ്ണായിട്ട് ഇരിക്കാം, ലെങ്ത് കുറവായിട്ട് നല്ല ഫണ്ണായിട്ട് പോവാം. സ്റ്റോറി ഒക്കെ എങ്ങനെയുണ്ട്? പുതുമയുള്ള സ്റ്റോറിയാണോ? പുതുമയുള്ളതാണെന്ന് വെച്ചാൽ പുതുമ ജാതകം ബേസ് ചെയ്ത് അങ്ങനെ. ഓക്കെ, എങ്ങനെ തിയേറ്റർ വാച്ച് സജസ്റ്റ് ചെയ്യൂ? നല്ലത്, ഫണ്ണായിട്ട് കണ്ടോണ്ടിരിക്കാം, ഫാമിലിക്ക് ഇഷ്ടപ്പെടും. ഓക്കെ, ഇമോഷൻ ഒന്നുമില്ല, ലാസ്റ്റ് ഫീൽ ഗുഡ് എൻഡിങ് ആണ്. ഫീൽ ഗുഡ് എൻഡിങ്. ഓക്കെ, പഴയൊരു ദിലീപ് ശ്രീനിവാസൻ മൂടൊക്കെ കോമഡി പടം അതുപോലെ ശ്രീനിവാസൻ ഞാൻ അതാണ് ഓർത്തത്. ശ്രീനിവാസന്റെ പഴയ ടച്ച് വന്നിട്ടുണ്ട്. പുള്ളി ഒരു ശ്രീനിവാസന്റെ കുറെ ബോഡി ലാംഗ്വേജ് ഉണ്ട്. ഈ പുള്ളിയുടെ മോഹൻലാലിനോടെ ഒക്കെ പഴയ പിന്നെ ബോഡി ലാംഗ്വേജ്, ചാട്ടവും കാര്യങ്ങളും ഭയങ്കര ഇത്. കാരണം പ്രത്യേകിച്ച് ഇപ്പം പറഞ്ഞ പോലെ 10, 25, 30 വയസ്സുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ ഇതുപോലെ 23 വയസ്സ്, പ്രത്യേകിച്ച് 23, 22 ആൾക്കാരെ കേട്ടോണ്ട് ഭയങ്കര എല്ലാം. അതിന് പ്രായം വേണ്ട, അത് 25 മതി. 35+ ആണെങ്കിൽ പോലും ഭയങ്കര റിലേറ്റബിൾ ആണ്. അതായത് മീൻസ് ഇപ്പോഴത്തെ എല്ലാവരിലും. അതേ സ്റ്റോറി എങ്ങനെയുണ്ട്? മുമ്പ് വന്നിട്ടുള്ളതാണോ? ഫ്രഷ് സ്റ്റോറിയാണോ ചോദിച്ചാൽ കുറേയൊക്കെ ക്ലീഷ് തോന്നും. പക്ഷെ ഇത് മീൻസ് കുറേയൊക്കെ ഇതാണ് നമ്മൾ കണ്ടും കേട്ടിട്ടുള്ളതാണ്. ക്ലീഷ് എല്ലാ സിനിമയിലായിട്ടും കുറച്ച് ഭാഗമുണ്ട്, പക്ഷെ ഭയങ്കര പിടിച്ചെടുത്തുള്ള സാധനമുണ്ട്. അതായത് ശിഷ്യനെ എന്തായാലും ആശം പൊട്ടിച്ച് ഇന്നലെ പൊന്മാൻ ഇറങ്ങി, അത് അത്ര എല്ലാവർക്കും പിടിക്കണമെന്നില്ല. ഇത് ഫാമിലി ആയിട്ട് എടുക്കും ഫുള്ള് ചുമ്മാ അതിനുള്ള ഉണ്ട്. കാരണം ജാതകം ചിരിക്കാനൊക്കെ ഉണ്ട്, പിന്നെ കുറച്ച് ലാഗൊക്കെ ഉണ്ട് കണ്ടോണ്ടിരിക്കാൻ. പെർഫോമൻസ് കൊള്ളാവുന്നു.
വിനീത് ശ്രീനിവാസന്റെ എങ്ങനെ കോമഡി വർക്കായോ? കോമഡി ഒക്കെ കുറച്ച് വർക്കായിട്ടുണ്ട്. ഫുൾ കോമഡി ട്രാക്കാണ് പിടിച്ചേക്കുന്നത്. കോമഡി ഉണ്ട്, പിന്നെ ഇപ്പൊ കുറച്ച് ലൈഫിൽ നടക്കുന്ന കുറച്ച്. ഓക്കെ, സിനിമ മൊത്തത്തിൽ നല്ല സിനിമയാണ്. ഫാമിലി മൂവിയാണോ? ഫാമിലി മൂവിയാണ്, കോമഡിയേ ഉള്ളൂ. ചിരിക്കാനുണ്ട്. ചിരിക്കാൻ ആവശ്യമുണ്ട്. ഓക്കെ, അങ്ങനെ വിനീത് ശ്രീനിവാസന്റെ ഒരു ജാതി ജാതകം കണ്ടിറങ്ങി ഓഡിസിന്റെ റിവ്യൂസ് ഒക്കെ കേട്ടല്ലോ. അപ്പോൾ പൊന്മാൻ ഇറങ്ങി, ജാതകം ഇറങ്ങി. ഇത് കണ്ടവരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു കമന്റ് ചെയ്യുക. വീഡിയോ ഇപ്പം ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.